ഒരു രാഷ്ട്രീയ നേതാവിനും തോന്നിയില്ല. ഒരു സിനിമാ നടനും കണ്ട ഭാവം നടിച്ചില്ല. ഒരു സീരിയൽ നടനും മനസ്സലിഞ്ഞില്ല. പ്രമുഖ യൂട്യൂബ് ബ്ലോഗർമാരെ ഒന്നും തന്നെ കണ്ടില്ല. വലിയ നന്മ മരങ്ങളൊന്നും തന്നെ ഒരു റിസ്ക്കും ഏറ്റെടുത്തില്ല. വലിയ കോടീശ്വരന്മാരായ പ്രാഞ്ചികൾ ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല. പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾ ഇങ്ങനെയൊരു സംഭവം കേട്ടിട്ട് പോലുമില്ല. പക്ഷേ പലരും പലപ്പോഴും കോമാളി എന്ന് പറഞ്ഞ് അവഗണിക്കാറുള്ള ഒരു മനുഷ്യൻ 1 കോടി രൂപ കൊടുക്കുകയും അതിനു പുറമെ തന്റെ എല്ലാ സൗകര്യങ്ങളും തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബാക്കി 33 കോടിക്ക് തെരുവിൽ ഒരു സഹജീവിയുടെ ജീവന് വേണ്ടി തെണ്ടാൻ ഇറങ്ങിയിരിക്കുകയാണ്. പറഞ്ഞു വരുന്നത് സാക്ഷാൽ ബോച്ചെ എന്ന ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ച് തന്നെയാണ്. നേരത്തെ മുതൽ തന്നെ ബോബി ചെമ്മണ്ണൂർ എന്ന മനുഷ്യനോട് വലിയ ഇഷ്ടവും ബഹുമാനവും മനസ്സിൽ തോന്നിയ വ്യക്തികളിൽ ഒരാളാണ് ഞാൻ. ഒരുപാട് തവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുമുണ്ട്. പക്ഷേ അദ്ദേഹത്തെ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഒരുപക്ഷെ സംസാരിക്കുവാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു വ്യക്തി കൂടിയാണ് ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചെ. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കിട്ടാവുന്നതൊക്കെ ഞാൻ പരമാവധി കണ്ടിട്ടുണ്ട്. ഓരോ ചോദ്യത്തിനും വളരെ കൂളായി കൃത്യമായ മറുപടി കൊടുക്കുന്നതും ക്ഷമയോടെ ചോദ്യങ്ങൾ കേട്ടിരിക്കുന്ന ബോച്ചയോട് ആർക്കായാലും തന്നെ ഒരിഷ്ടം തോന്നും. ഏതൊരു ചോദ്യങ്ങൾക്കും പറയാൻ പാടില്ല അതാണെങ്കിലും അദ്ദേഹം മറുപടി പറയാറുമുണ്ട് എന്നതാണ് സത്യം. ഒന്നും തന്നെ മറച്ചു വെക്കാൻ ബോച്ചയെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പല മാധ്യമങ്ങളും അയാൾക്കെതിരെ ഓരോ കഥകൾ പടച്ചുവിട്ടപ്പോൾ അതിനെയൊക്കെ അയാൾ തന്നെ ചിരിച്ചുകൊണ്ട് നേരിടുന്നത് നമ്മൾ തന്നെ കണ്ടതാണ്. അയാൾ കാണിക്കുന്നത് അയാളുടെ പ്രമോഷനോ അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകട്ടെ, അതുമല്ലെങ്കിൽ അയാളുടെ ബിസിനസ് വളർത്താനോ അങ്ങനെ ഏതെങ്കിലും കാര്യം ആയിക്കൊള്ളട്ടെ, സ്വന്തം ബിസിനസ് വളർത്താനല്ലാതെ തളർത്താൻ ആരും തന്നെ ശ്രമിക്കാറില്ലല്ലോ. ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സമൂഹത്തിൽ ബുദ്ധിമുട്ടുന്ന സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ നീറുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് തന്നെ കൊണ്ട് സാധ്യമാവുന്നത് ചെയ്യുന്നു എന്നതാണ്. അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ബോച്ചെ ഒരു വ്യത്യസ്തൻ തന്നെയാണ് എന്ന് നമുക്ക് അടിവരയിട്ട് പറയാം. അയാൾ പ്രമോഷൻ നടത്തുകയാണ് എന്ന് പറഞ്ഞു വരുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ ഇടപെടൽ മൂലം ഒരുപാട് നിർധനരായ ആളുകൾക്ക് ആശ്വാസം ലഭിച്ചിട്ടുണ്ട്, ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അയാൾ ചെയ്യുന്ന നന്മകളെ മാധ്യമങ്ങളോ രാഷ്ട്രീയക്കാരോ സാംസ്കാരിക നായകരോ പുകഴ്ത്തി പാടാറില്ല. എത്രയൊക്കെ നന്മ ആരെങ്കിലും ചെയ്താലും ഒരു ചെറിയ തിന്മ മതി അതിനെ പർവ്വതീകരിച്ചു ആ വ്യക്തിയെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ. ഇത്തരം പ്രവണത നമുക്കിടയിൽ പലപ്പോഴും കണ്ടുവരാറുണ്ട്. മറ്റുള്ളവർ തളർത്താൻ ശ്രമിക്കുമ്പോൾ സ്വയം തളരാൻ നിന്നുകൊടുക്കാതെ അതിനെ എല്ലാം തന്നെ മറികടന്നുകൊണ്ട് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കുതിക്കുന്ന ബോച്ചെ എന്നും പലർക്കും ഇഷ്ടമായ ഒരു കഥാപാത്രം തന്നെയാണെന്ന് പറയാതെ വയ്യ.